നീ വിഷമിക്കണ്ട, കാശൊന്നും പോയില്ലല്ലോ, ജോലിയൊക്കെ ശരിയോടാ. എൻ്റെ ചേട്ടാ, ഞാൻ ആ ഇന്റർവ്യൂ പോയ ഓഫീസ് ഉണ്ടല്ലോ, അതിൻ്റെ സെറ്റപ്പും കോട്ടും സൂട്ടും ഇട്ട ആൾക്കാരൊക്കെ കണ്ടാലുണ്ടല്ലോ, ഒരാൾക്കും ഒരു സംശയം വരൂല. ഇതാ വെള്ളം. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണല്ലോ. ബുദ്ധിയുള്ള കള്ളന്മാർ എപ്പോഴും ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ അണിഞ്ഞൊരുങ്ങിയേ നടക്കത്തുള്ളൂ. അവരെ പ്രൊഫഷണൽ കള്ളന്മാരാ, ഒന്നാന്തരം പ്രൊഫഷണൽ കള്ളന്മാര്. ഇനി എവിടെ ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിലും ആദ്യം ഫോൺ ചെയ്ത് ഒന്ന് കൺഫേം ചെയ്യുക, ഇത് വല്ല ഏജൻസി ആണോ, വല്ല സർവീസ് ചാർജ് ഉണ്ടോ എന്ന്. അത് ശരിയാ. എന്തെങ്കിലും ഫീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അപ്പം മനസ്സിലാക്കിയേക്ക അത് പക്ക ഉടായ്പാണെന്ന്. ദുബായിലെ ജോലിക്കോ വിസക്കോ ഒന്നും പൈസയോ മറ്റു കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. ഒരു കൂട്ടുകാരൻ പറഞ്ഞു കേട്ടു, അവൻ്റെ ഏജന്റ് പറഞ്ഞത്രേ ഓഫർ ലെറ്റർ കിട്ടിയിട്ട് കാശ് കൊടുത്തു മതിയെന്ന്. ഓഫർ ലെറ്റർ കിട്ടിയപ്പോഴോ ആ കാശ് അങ്ങോട്ട് സന്തോഷത്തോടെ കൊടുക്കുകയും ചെയ്തു. അപ്പോ ആ കാശങ്ങോട്ട് പോയി കിട്ടിയില്ലേ? ഇതാ പറഞ്ഞത്, ഈ കള്ളന്മാരൊക്കെ പക്ക പ്രൊഫഷണൽ ആണെന്ന്. ഒറിജിനൽ വെല്ലുന്ന രീതിയിൽ ഓഫർ ലെറ്റർ പോലും നിഷ്പ്രയാസം ഉണ്ടാക്കാൻ യുവമാർക്ക് സാധിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതൊരു ഏജന്റ് ചോദിച്ചാലും നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടും ഒറിജിനൽ സർട്ടിഫിക്കറ്റും കൊടുക്കരുത്, ഫോട്ടോ കോപ്പി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു കാരണവശാലും ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയോ ബ്ലാങ്ക് ചെക്ക് ലീഫിൽ ഒപ്പിട്ട് കൊടുക്കുകയോ ചെയ്യരുത്. എല്ലാ ദിവസവും എല്ലാ മാധ്യമങ്ങളിലും കാണാം ഓരോരോ തട്ടിപ്പുകളുടെ കഥകൾ. എന്നിട്ടും വീണ്ടും വീണ്ടും പലരും ചതിക്കുഴിയിൽ വീഴാം. അതാ എനിക്ക് മനസ്സിലാവാത്തത്. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുന്നൊരു ചൊല്ലുണ്ട്. കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്തവരാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ചതിയിൽ ചെന്ന് ചാടുന്നത്.